ദീർഘമായ വാക്കുകൾ പറയാതെ തിടുക്കത്തിൽ ദൈവത്തിന്റെ വചനത്തിൽ നിന്നൊരു വേദഭാഗം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന് അത് സംബന്ധിച്ചുള്ള ദൈവാലോചന പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ഞാൻ താല്പര്യപ്പെടുന്നു. ഇവിടുത്തെ തീമിനോടുള്ള ബന്ധത്തിൽ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം. അവൻ അവരോട് പറഞ്ഞത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചൊല്ലേണ്ടിയത്, സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരയണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഈ കോൺഫറൻസിൽ തിരഞ്ഞെടുത്തിരിക്കുന്ന ആ സുന്ദരമായ പ്രമേയം കിങ്ഡം കണക്ഷൻ, കണക്റ്റഡ് ടു മെൻ, കണക്റ്റഡ് ടു ഗോഡ് ആൻഡ് കണക്റ്റഡ് ടു മെൻ. അതിനോടുള്ള ബന്ധത്തിൽ ഞാൻ ഈ വേദഭാഗത്തെ അടിസ്ഥാനമാക്കി ചുരുങ്ങി എനിക്ക് ലഭിച്ചിരിക്കുന്ന സമയത്തിനുള്ളിൽ ഞാൻ കർത്താവ് തന്ന സന്ദേശം പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. യേശു ശിഷ്യന്മാരെ പ്രാർത്ഥിപ്പാൻ അവരുടെ ആവശ്യപ്രകാരം പഠിപ്പിക്കുകയിൽ കർത്താവ് ദൈവരാജ്യത്തിന്റെ ആ പ്രാർത്ഥനയിൽ പ്രധാനമായും നിഴലിക്കുന്ന ഒരു ചിന്തയാണ് ദൈവരാജ്യം എന്നുള്ളത്. യേശു ക്രിസ്തു തന്റെ ഉപമകളിൽ, അനേക ഉപമകളിൽ ദൈവരാജ്യത്തെ കുറിച്ച് കർത്താവായ യേശു പരാമർശിക്കുകയുണ്ടായി. ഈ ഭൂമിയിൽ റോമൻ ആധിപത്യത്തിൽ നിന്ന് സ്വതന്ത്രരായി ദൃശ്യവും ഭൗമികവുമായ ഒരു രാജ്യം തങ്ങൾക്ക് സ്ഥാപിച്ചു കൊടുക്കുവാൻ മശിഹയുടെ ആഗമനത്തെ കാത്തിരുന്ന 1-ാം നൂറ്റാണ്ടിലെ യഹൂദ ലോകം അവരെ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു സന്ദേശമായിരുന്നു ദൈവരാജ്യത്തെ കുറിച്ചുള്ള യേശു ക്രിസ്തുവിന്റെ സുവാർത്ത പ്രഖ്യാപനം. മർക്കോസ് 1:15 യേശു പറഞ്ഞു, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുക, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക. ദൈവരാജ്യം കഴിഞ്ഞ രാത്രിയിൽ വളരെ വിശദമായി നാം അതിനെ കുറിച്ച് കേട്ടു. ഞാൻ 2 കാര്യങ്ങളാണ് പ്രധാനമായി പറയുവാൻ ആഗ്രഹിക്കുന്നത്. വാട്ട് ഈസ് ദ കിങ്ഡം ഓഫ് ഗോഡ് ആൻഡ് വൈ ഡസ് ജീസസ് വാണ്ട് us to be connected with the kingdom? ദൈവരാജ്യം എന്നാൽ എന്താ? അതിനൊരു നിർവചനം നൽകുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. A kingdom is the governing influence of a king over his territory, impacting it with his will, his purpose and intent. ഒരു രാജാവിന്റെ ഭരണ സ്വാധീനതയുള്ള ദേശത്തെ, രാജാവിന്റെ ഇഷ്ടവും താല്പര്യവും ഉദ്ദേശവും ഒക്കെ സ്വാധീനിക്കുന്ന ആ സ്വാധീനതയുള്ള ദേശത്തെയാണ് ദൈവരാജ്യം എന്ന് രാജ്യം എന്ന് വിശേഷിപ്പിക്കാവുന്നത്. യഥാർത്ഥത്തിൽ ഇൻ റിയാലിറ്റി ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് wherever God's rule is established. എവിടെയൊക്കെ ദൈവിക ഭരണം സ്ഥാപിതമായിട്ടുണ്ടോ അതാണ് ദൈവരാജ്യം. ഒന്നുകൂടെ പറഞ്ഞാൽ, ദൈവത്തിന്റെ പരമാധികാരത്തിന് സമർപ്പിച്ച വ്യക്തികളുടെ ഹൃദയങ്ങളിലാണ് ദൈവരാജ്യം. എബ്രായ ഭാഷയിൽ മാൽക്കൂത്ത് എന്ന് പറയുന്ന ഒരു പദമാണ് അതിന് ഉപയോഗിച്ചിരിക്കുന്നത്. വാക്കിന്റെ അർത്ഥം റെയിൻ ഓർ റൂൾ, വാഴ്ച അല്ലെങ്കിൽ ഭരണം എന്നൊക്കെ അർത്ഥം വരുന്ന പദമാണ് രാജ്യം എന്ന ആ പ്രയോഗത്തിനു വേണ്ടി പഴയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്നതായ പദം. ഞാൻ സന്ദർഭവശാൽ അത് പറഞ്ഞു എന്ന് മാത്രം. ദൈവരാജ്യം, അതിലേക്കുള്ള പ്രവേശനം കർത്താവായ യേശു ക്രിസ്തു നിക്കോദെമസിനോട് സംസാരിക്കവേ ഇങ്ങനെ പറഞ്ഞ, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിക്കുന്നില്ല എങ്കിൽ ആർക്കും ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല. മർക്കോസ് വിശേഷം 10-ാം അധ്യായം 15-ാം വാക്യത്തിൽ യേശു പറഞ്ഞു, we must receive the kingdom like a child. ദൈവരാജ്യത്തെ ശിശുവെന്ന പോലെ കൈക്കൊള്ളാത്തവൻ ആരും അതിൽ കടക്കുന്നില്ല. അങ്ങനെയെങ്കിൽ ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനത്തിന് ഉള്ള മുൻകൈ എടുക്കുന്നത് ദൈവമാണ്. ഞാൻ പറയട്ടെ, God makes the initiative. ദൈവമാണ് ദൈവരാജ്യത്തിലേക്ക് ഒരുവൻ വരുവാനുള്ള മുൻകൈ ദൈവമാണ് എടുക്കുന്നത്. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ, ക്രിസ്ത്യാനിറ്റി is solely initiated by God's grace. 1 യോഹന്നാൻ 4:10-19, എബ്രായ ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യം, യോഹന്നാൻ 15:16,
ഈ വേദഭാഗങ്ങളൊക്കെ ഒന്ന് വായിക്കുമ്പോൾ തിരുവെഴുത്തിൽ നാം ഇങ്ങനെ കാണുന്നു, നാം അവനെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ചു. തന്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകും. 1 യോഹന്നാൻ 4:19 അവൻ നമ്മെ ആദ്യം സ്നേഹിച്ചു. യോഹന്നാൻ 15:16 യേശു പറഞ്ഞു, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന്, നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും ആക്കി വെച്ചിരിക്കുന്നു. ശ്രദ്ധിക്കുക, if God did not make this move, none of us would have entered the kingdom of God. ദൈവം മുൻകൈ എടുത്തില്ലായിരുന്നെങ്കിൽ ഞാനും നിങ്ങളും ഇന്ന് ദൈവരാജ്യത്തിൽ കാണില്ലായിരുന്നു. നാം ആരുമല്ലാതിരിക്കെ, നാം അർഹരല്ലാതിരിക്കെ നമ്മെ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിപ്പിച്ച ദൈവത്തിന്റെ കൃപയുടെ അപാരത തിരിച്ചറിയുന്ന ദൈവജനം എന്ന് രാത്രി മൗനമായിരിക്കാതെ നമ്മുടെ കരങ്ങളെ ഉയർത്തി നമുക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കാം. ദൈവരാജ്യം ഒരനുഭവമാണ്, അപ്പോൾ തന്നെ അതൊരു രാജ്യവുമാണ്. ഞാൻ ഇപ്രകാരം അത് ഉദാഹരിക്കട്ടെ. എന്റെ ഇളയ മകൾ ബെനിറ്റ് ഒരു ചെറിയ കുഞ്ഞായിരുന്നപ്പോ ഒരു ഞായറാഴ്ച വൈകുന്നേരം കോഴിക്കോട് ബീച്ചിൽ അല്പസമയം ചെലവഴിപ്പാൻ പോയി. അവിടെയുള്ള ഗുജറാത്തി സീനിയർ സെക്കൻഡറി സ്കൂളിലാണ് കുഞ്ഞ് പഠിച്ചത്. ആ മോളെന്റെ കൈക്ക് പിടിച്ച് ഞങ്ങൾ ഒരുമിച്ച് നടന്നു പോകുമ്പോൾ ആ സ്കൂൾ ആ ബീച്ചിന്റെ അടുക്കലാണ്. മകൾ എന്നോട് പറഞ്ഞു, പപ്പ, ദിസ് ഈസ് മൈ സ്കൂൾ ബട്ട് നോ സ്കൂൾ ടുഡേ. ഇത് ഞാൻ പഠിക്കുന്ന സ്കൂളാണ്, പക്ഷെ എന്നാൽ ഇന്ന് സ്കൂളില്ല. ദൈവരാജ്യം ഒരു അനുഭവമാണ്, അപ്പോൾ തന്നെ അതൊരു രാജ്യവുമാണ്. മനസ്സിലാക്കുക. ആ കുഞ്ഞ് പറഞ്ഞതിന്റെ താല്പര്യം ഇതാണ്, അവിടെ അവൾ പഠിക്കുന്ന സ്കൂളാണത്, പക്ഷേ അതൊരു പ്രവൃത്തി ദിനമായിരുന്നില്ല. അതുകൊണ്ട് അവിടെ നടക്കുന്ന ആ പ്രവൃത്തി അന്ന് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അതിന്റെ സാരാംശം. യോഹന്നാലേഖനം 14:17 യേശു അപ്പോസ്തലനായ പൗലോസ് ദൈവരാജ്യത്തെ കുറിച്ച് പറയവേ ഇങ്ങനെ പറഞ്ഞു, ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും അത്രേ. ഈ ലോകം ജീവിക്കുന്ന ജീവിതത്തിന്റെ മനോഭാവത്തെ എന്ന് മനസ്സിലാക്കണം. ലൂക്കോസ് 12:19 വായിക്കുന്നു, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്നതുള്ളതാണ് ലോകത്തിന്റെ മനോഭാവമെങ്കിൽ ഗോഡ്സ് പീപ്പിൾ ആർ ടു ലിവ് റൈച്ചസ്ലി, പീസ്ഫുള്ളി ആൻഡ് വിത്ത് ഓവർഫ്ലോയിങ് ജോയ്. ദൈവത്തിന്റെ ജനം ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത് നീതിയോടെ ആയിരിക്കണം, സമാധാനത്തോടെ ആയിരിക്കണം, നിറഞ്ഞു കവിയുന്ന സന്തോഷത്തോടെ ആയിരിക്കണം. ഞാൻ 1-2 കാര്യങ്ങളുടെ ഇതിന്റെ വിശദീകരണം നൽകിയിട്ട് ഞാൻ ആ സന്ദേശത്തിലേക്ക് വേഗത്തിൽ കടക്കട്ടെ. ദൈവരാജ്യം അതിനൊരു ആനുകാലിക പ്രസക്തിയുണ്ട്, അപ്പോൾ തന്നെ അതിനൊരു ഭാവികാല പ്രസക്തിയുമുണ്ട്. വേറൊരു വാക്കിൽ പറഞ്ഞാൽ ദൈവത്തിന്റെ രാജ്യം ഒരു സ്പിരിച്വൽ റിയാലിറ്റിയാണ്, ഒരാത്മീക യാഥാർത്ഥ്യമാണ്, അപ്പോൾ തന്നെ അതൊരു വിസിബിൾ റിയാലിറ്റിയാണ്, ദൃശ്യമായ ഒരു യാഥാർത്ഥ്യവും കൂടെയാണ്. ദൈവരാജ്യത്തിന് ആനുകാലിക പ്രസക്തിയുണ്ട്, സ്പിരിച്വൽ റിയാലിറ്റി. ഞാൻ പറയട്ടെ, one day the spiritual reality will give way to visible reality when Christ will reign. ആത്മീക യാഥാർത്ഥ്യം ദൃശ്യമായ യാഥാർത്ഥ്യത്തിന് വഴിമാറുന്ന ഒരു ദിവസം വരാൻ പോകുന്നു. അത് നമ്മുടെ കർത്താവ് ഭരണം നടത്തുവാൻ ഇവിടെ വരുന്ന ആ നാളാണ്. പ്രവാചകനായ യെശയ്യാവ് അതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? യെശയ്യാ 9:6 ആധിപത്യം അവന്റെ തോളിൽ ഇരിക്കും. ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും മനസ്സിൽ ഒരു നല്ല ഭരണം, ഒരു നല്ല രാജാവ്, ഈ വക ചിന്തകൾ മനസ്സിൽ കൊണ്ട് നടക്കുന്നവരാണ് നമ്മിൽ അനേകരും. ഞാനിത് പറയുമ്പോൾ എനിക്ക് പറയുവാൻ എന്റെ ഉള്ളിൽ താല്പര്യം തോന്നുന്നു. ഇന്ത്യ ലോകത്തിലേക്കും വെച്ച് ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ്. എന്നാൽ ലോകത്തിലേക്കും വെച്ച് ഏറ്റവും അഴിമതി നിറഞ്ഞ ഒരു രാജ്യം കൂടിയാണ് നമ്മുടെ രാജ്യം. ഇപ്പോഴത്തെ ഭാരതത്തിന്റെ മൂല്യച്യുതിയുടെ പ്രധാന കാരണം രാഷ്ട്രീയത്തിന്റെ മുഖം മൂടി അണിഞ്ഞ
ക്രിമിനലുകളാണ്. ഇന്ത്യൻ പാർലമെന്റിൽ ലോകസഭാംഗങ്ങളിൽ 1/4 ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ്. 545 ലോകസഭാ അംഗങ്ങളിൽ 145 പേര് ഏതെങ്കിലും തരത്തിൽ ക്രിമിനൽ കേസുകളിൽപ്പെട്ടവരാണെന്ന് പാർലമെന്റ് രേഖകൾ തന്നെ പറയുന്നു. ഇതിൽ 73 പേർ ഹീന കുറ്റകൃത്യങ്ങൾ ചെയ്ത കേസുകളിൽപ്പെട്ടവരാണ്. മർഡർ അറ്റംപ്റ്റ്, കൊലപാതക ശ്രമം, മാനഭംഗ ശ്രമം, ഈ വക ഹീന കുറ്റകൃത്യങ്ങളിൽ ക്രിമിനൽ കേസ് പശ്ചാത്തലമുള്ളവരാണ്. ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ് ജാർഖണ്ഡ്. അവിടുത്തെ മന്ത്രിസഭയിലെ 81 MLA-മാരിൽ 54 പേർക്ക് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഇവിടെ ഭാരതത്തിൽ നോക്കാൻ, മറ്റ് രാജ്യങ്ങളിലേക്ക് നാം നോക്കിയാൽ no brightness can be gleaned from today's world. ഇന്നത്തെ ലോകത്തിൽ നമുക്ക് പ്രകാശമയമായ യാതൊന്നും കാണുവാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. എന്നാൽ ഇന്ന് രാത്രി ഒരു വാർത്ത എനിക്ക് സമൂഹത്തോട്, ഇവിടെ കൂടി വന്നവരോട് വിളിച്ചു പറയുവാനുള്ളത്, ജീസസ് will come to rule over all people and all things. ഈ സകലത്തെയും സകലരെയും ഭരിക്കുവാൻ യേശു ഒരു ദിവസം വരും. The spiritual reality will give way to the visible reality. ആത്മീക യാഥാർത്ഥ്യമായ ദൈവരാജ്യം ദൃശ്യമായ യാഥാർത്ഥ്യത്തിന് വഴിമാറുന്ന ഒരു ദിവസമുണ്ട്. യേശു വരും സകലത്തെയും ഭരിക്കുവാൻ. This was the prophet's vision. പ്രവാചകന്റെ ദർശനം ഇതായിരുന്നു. യെശയ്യാ പ്രവചനം 2-ാം അധ്യായം അതിന്റെ 3-4 മലാക്കി പ്രവചനം 4-ാം അധ്യായം 3 വാക്യങ്ങൾ വായിക്കുമ്പോൾ തിരുവെഴുത്ത് ഇങ്ങനെ പറയുന്നു, സിയോനിൽ നിന്ന് ഉപദേശവും യെരൂശലേമിൽ നിന്ന് യഹോവയുടെ വചനവും പുറപ്പെടും. അവൻ ജാതികളുടെ ഇടയിൽ ന്യായം വിധിക്കുകയും ബഹുവംശങ്ങൾക്ക് വിധി കൽപ്പിക്കുകയും ചെയ്യും. അവർ തങ്ങളുടെ വാളുകളെ കൊഴുക്കളായും കുന്തങ്ങളെ വാക്കത്തികളായും അടിച്ചു തീർക്കും. ജാതിക്ക് നേരെ വാളോങ്ങുകയില്ല. അവർ ഇനി യുദ്ധം അഭ്യസിക്കുകയുമില്ല. യേശു വരും സകലരെയും ഭരിക്കുവാൻ. This was Psalmist's dream. സങ്കീർത്തനക്കാരന്റെ സ്വപ്നമായിരുന്നു ഇത്. 93-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ വായിക്കുന്ന യഹോവ വാഴുന്നു, ജാതികൾ യഹോവ വാഴുന്നു, അവൻ മഹിമ ധരിച്ചിരിക്കുന്നു. 145-ാം സങ്കീർത്തനം 13-ാം വാക്യത്തിൽ തിരുവെഴുത്ത് പറയുന്നു, നിന്റെ രാജ്യത്വം നിത്യരാജ്യത്വമാകുന്നു, നിന്റെ ആധിപത്യം തലമുറയായിരിക്കുന്നു. This was Paul's faith. യേശു വരും സകലരെയും ഭരിക്കുവാൻ. പൗലോസിന്റെ വിശ്വാസം ഇതായിരുന്നു. പൗലോസ് പറഞ്ഞു 1 കൊരിന്ത്യർ 15:24-25 വാക്യങ്ങളിൽ, അന്ന് അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. അവൻ സകല ശത്രുക്കളെയും കാൽ കീഴാക്കുവോളം വാഴേണ്ടതാകുന്നു. യേശു വരും സകലത്തെയും ഭരിക്കുവാൻ. This is the substance of John's vision at Patmos. പത്മോസ് ദ്വീപിൽ നാട് കടത്തപ്പെട്ട അപ്പോസ്തലനായ യോഹന്നാന്റെ അവൻ കണ്ട കാഴ്ച അതായിരുന്നു. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം, അതിന്റെ സബ്സ്റ്റൻസ് അവൻ കണ്ട കാഴ്ചയുടെ അതിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ഭാഗം അതായിരുന്നു. അവൻ പറഞ്ഞ 7-ാമത്തെ ദൂതൻ കാഹളമൂതിയപ്പോൾ ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനുമായി തീർന്നിരിക്കുന്നു. അവൻ എന്നേക്കും വാഴുമെന്ന് സ്വർഗത്തിൽ ഒരു മഹാഘോഷമുണ്ടായി. ആ ഘോഷത്തിന്റെ അത്യുച്ച സ്ഥായി നാം കാണുന്നത് വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 6-ാം വാക്യത്തിലാണ്. അവിടെ നാം വായിക്കുന്നു, അപ്പോൾ വലിയ പുരുഷാരത്തിന്റെ ഘോഷം പോലെയും പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും തകർത്ത ഇടിമുഴക്കം പോലെയും ഞാൻ കേട്ടത്, ഹല്ലേലൂയ, സർവശക്തിയുള്ള നമ്മുടെ
സകലരെയും ഭരിക്കുവാൻ. The spiritual reality will give way to the visible reality. ദൈവരാജ്യം എന്നാൽ എന്താകുന്നു എന്ന് ചുരുങ്ങിയ വാക്കുകളിൽ ഞാൻ ഇവിടെ പ്രസ്താവിക്കുകയുണ്ടായി. അതിന്റെ പൂർണ്ണ രൂപത്തിൽ പറയുവാൻ സമയമില്ലല്ലോ. Why does Jesus wants us to be connected with the kingdom of God? നാം ദൈവരാജ്യവുമായിട്ട് ബന്ധിക്കപ്പെട്ടിരിക്കണം എന്ന്, ദൈവരാജ്യവുമായിട്ടുള്ള സജീവ ബന്ധത്തിൽ നാം ആയിരിക്കണമെന്ന് യേശു നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നതിന്റെ താല്പര്യം എന്താ? ദൈവരാജ്യം യേശു ക്രിസ്തുവിന്റെ ഹൃദയ സ്പന്ദനമായിരുന്നു ദൈവരാജ്യം എന്നുള്ളത്. അതുകൊണ്ടാണ് ദൈവരാജ്യത്തെ കുറിച്ച് കർത്താവായ യേശു ക്രിസ്തു അത്ര പ്രാധാന്യതയോടെ പറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. എന്തുകൊണ്ട് നാം ദൈവരാജ്യവുമായി ബന്ധപ്പെട്ടിരിക്കണം? എനിക്ക് പറയുവാനുള്ള മറുപടി ഇതാണ്. If there is no connection with the kingdom of God, no living the kingdom life. ദൈവരാജ്യവുമായിട്ട് നാം ബന്ധപ്പെടുന്നില്ല എങ്കിൽ ദൈവരാജ്യത്തിന്റെ ജീവിതം ജീവിക്കുവാൻ നമുക്ക് കഴിയില്ല. ദൈവരാജ്യത്തിന്റെ ഒരു ജീവിത ശൈലിയുണ്ട്, ദൈവരാജ്യത്തിന്റെ ഒരു ജീവിത സരണിയുണ്ട്. ഈ ലോകത്തിൽ ജീവിക്കുന്ന ജീവിതവുമായിട്ട് അത് പൊരുത്തപ്പെടില്ല. ദൈവരാജ്യത്തിന് ഒരു കൾച്ചറുണ്ട്, ഒരു സംസ്കാരമുണ്ട്. ദൈവരാജ്യത്തിന് അതിൻ്റെതായ മൂല്യങ്ങളുണ്ട്. എനിക്ക് പറയുവാൻ ഞാൻ താല്പര്യപ്പെടുന്നത് the culture and values of the kingdom of God should be reflected through our life. ദൈവരാജ്യത്തിന്റെ സംസ്കാരവും ദൈവരാജ്യത്തിന്റെ മൂല്യങ്ങളും നമ്മുടെ ജീവിതത്തിലൂടെ പ്രതിഫലിക്കണം, നമ്മുടെ ദൈനംദിന ജീവിതത്തിലൂടെ പ്രതിഫലിക്കണം. എങ്ങനെയും ജീവിപ്പാൻ നമുക്ക് സാധ്യമല്ല. ദൈവരാജ്യത്തിൽ ജീവിക്കുന്നവർക്ക് ഒരു പ്രത്യേക ജീവിത ശൈലിയുണ്ട്. അപ്പോസ്തലനായ പൗലോസ് അതിനെക്കുറിച്ച് നമുക്ക് വെളിച്ചം വീശുന്ന ഒരു ചിന്ത തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം 3-ാം വാക്യത്തിൽ 3, 4, 5, 6 വാക്യങ്ങളിൽ പൗലോസ് പ്രതിപാദിച്ചിട്ടുണ്ട്. പൗലോസ് അവിടെ പറയുന്നത് എങ്ങനെയാ? മുമ്പേ നാമും ബുദ്ധികെട്ടവരും അനുസരണമില്ലാത്തവരും വഴിതെറ്റി നടക്കുന്നവരും നാനാ മോഹങ്ങൾക്കും ഭോഗങ്ങൾക്കും അധീനരും ഈർഷ്യയിലും അസൂയയിലും കാലം കഴിക്കുന്നവരും ദ്വേഷിതരും അന്യോന്യം പകയ്ക്കുന്നവരും ആയിരുന്നുവല്ലോ. എന്നാൽ നമ്മുടെ ദൈവത്തിന്റെ ദയയും മനുഷ്യപ്രീതിയും നമ്മുടെ മേൽ ഉദിച്ചപ്പോൾ അവൻ നമ്മെ രക്ഷിച്ചത് നാം ചെയ്ത നീതി പ്രവർത്തികളാൽ അല്ല, അവന്റെ കരുണാധിക്യ പ്രകാരമത്രേ. കൃപയാലത്രേ നാം നീതീകരിക്കപ്പെട്ടിരിക്കുന്നത്. ശ്രദ്ധിക്കുക, ഇവിടെ there is a contrast between the before salvation and after salvation. There is a contrast between before and after salvation. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പും രക്ഷിക്കപ്പെട്ടതിന് ശേഷവുമുള്ള ജീവിതത്തിന് ഒരു വലിയ അന്തരമുണ്ട്. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നാം എന്തായിരുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. മുമ്പേ നാം ബുദ്ധികെട്ടവരും വഴിതെറ്റി നടക്കുന്നവരും അനുസരണമില്ലാത്തവരും നാനാ ഭോഗങ്ങൾക്കും മോഹങ്ങൾക്കും അധീനരും ഈർഷ്യയിലും അസൂയയിലും കാലം കഴിക്കുന്നവരും ദേഷ്യതരും അന്യോന്യം പകയ്ക്കുന്നവരും ആയിരുന്നുവല്ലോ. എന്നാൽ ദൈവത്തിന്റെ ദയ നമ്മുടെ മേൽ ഉദിച്ചു, മനുഷ്യപ്രീതി നമ്മുടെ മേൽ ഉദിച്ചു. അവിടുന്ന് നമ്മെ രക്ഷിച്ചത് അവിടുത്തെ കൃപയാലാണ്. സ്തോത്രം. അപ്പോൾ മുമ്പുള്ള ജീവിതത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു ജീവിത ശൈലി, രക്ഷിക്കപ്പെട്ടതിന് ശേഷമുള്ള ജീവിതം, വീണ്ടും ജനനം പ്രാപിച്ചതിന് ശേഷമുള്ള ജീവിതം, അങ്ങനെ ഒരു ജീവിതം നാം ഈ ഭൂമിയിൽ നയിക്കണമെങ്കിൽ ദൈവരാജ്യവുമായിട്ട് നാം നിരന്തരം കണക്റ്റഡ് ആയിരിക്കണം. നോ കണക്ഷൻ, നോ ലിവിംഗ് ദ കിങ്ഡം ലൈഫ്. ദൈവരാജ്യത്തിന്റെ ജീവിതം ജീവിക്കണമോ, ദൈവരാജ്യത്തിന്റെ ജീവിത ശൈലി നമ്മൾക്ക് അത് വെളിപ്പെടുത്തുവാൻ കഴിയണമോ, ദൈവരാജ്യവുമായിട്ട് നാം സജീവ ബന്ധത്തിലായിരിക്കണം, ഇടമുറിയാത്ത ബന്ധത്തിലായിരിക്കണം. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ നൂറ്റാണ്ടിൽ ഭാരതത്തെ സ്വാധീനിച്ച 2 ക്രിസ്തീയ വ്യക്തിത്വങ്ങൾ. ഒന്ന് മദർ തെരേസയ. ഒരു ആന്റി ക്രിസ്ത്യൻ ഗവൺമെന്റ്, ക്രിസ്തീയ പ്രവർത്തനങ്ങൾക്ക് എതിരായി
ഗവൺമെന്റ് നീണ്ട 30 വർഷം 3 ദശാബ്ദം നിലനിന്ന ബംഗാളിൽ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്റെ കീഴിലുള്ള സംസ്ഥാനം. അവിടെ മിഷണറി എന്ന ആ പേരിന് പ്രസക്തി വന്നത്, പുകഴ്പറ്റ അതിന് പെരുമ വന്നത് മദർ തെരേസയെ പെന്തക്കോസ്തരായ നമുക്ക് അവരെ കുറിച്ച് പറയുന്നത് ചിലപ്പോൾ അത്ര മത്യമായി തോന്നില്ലെങ്കിലും അറിഞ്ഞ സത്യത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ യേശുവിന്റെ ജീവിത ശൈലി ജീവിതത്തിലൂടെ പകർത്തുവാൻ അവർ തയ്യാറായി. മദർ തെരേസയെ കുറിച്ച് പറയുന്നത് നമുക്ക് ഇപ്പോഴും ഉൾക്കൊള്ളാൻ ചിലപ്പോൾ പ്രയാസമായി തോന്നും. അവരുടെ ഉപദേശ കത്തോലിക്ക സഭ സ്വീകരിച്ചിരിക്കുന്ന ഉപദേശങ്ങളുടെ വെളിച്ചത്തിൽ. എന്നാൽ നമുക്ക് എല്ലാവർക്കും ഏറ്റവും താല്പര്യം ജനിക്കുന്ന മറ്റൊരു വ്യക്തിത്വത്തെ ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ. കഴിഞ്ഞ ഈ നൂറ്റാണ്ടിൽ ഭാരതത്തെ സ്വാധീനിച്ച മറ്റൊരു പ്രശസ്തയായി തീർന്ന വ്യക്തി മിസസ് ഗ്ലാഡീസ് ഗ്രഹാം സ്റ്റെയിൻസ്. സ്വന്തം ഭർത്താവിനെയും 2 മക്കളെയും സുവിശേഷ വിരോധികൾ തീയിലിട്ട് ചുട്ടുകളഞ്ഞതിന്റെ പിറ്റേ ദിവസം ഏറ്റവും ഹീനമായ നിഷ്കരുണമായ ആ സംഭവത്തിന് ശേഷം, ആഫ്റ്റർ ദാറ്റ് സോർഡിഡ് ഇവന്റ്, ആ വല്ലാത്ത സംഭവത്തിന് ശേഷം അടുത്ത ദിവസത്തെ ദിനപത്രത്തിൽ ഏറ്റവും മുകളിൽ വന്ന വാർത്ത ഇതായിരുന്നു: ഐ forgive them. ഞാൻ അവരോട് ക്ഷമിക്കുന്നു. ഗ്ലാഡീസ് സ്റ്റെയിൻസിന്റെ വാക്കായിരുന്നു. സ്തോത്രം. എത്ര ഹീനമായി തന്റെ ഭർത്താവിനെ, തന്റെ ഓമന മക്കളെ സുവിശേഷം പ്രസംഗിക്കുന്നു എന്ന ഒറ്റ കാരണത്താൽ സുവിശേഷ വിരോധികൾ തീയിലിട്ട് ചുട്ടുകൊന്നപ്പോൾ അവർ പ്രതികരിച്ചത് ഐ forgive them. ദൈവരാജ്യത്തിന്റെ ജീവിത ശൈലി, അത് നാം ഇന്ന് ചിന്തിക്കുന്ന ജീവിതത്തിന്റെ ചിന്താഗതികളെ ഒന്ന് പാടെ മാറ്റി കുറിക്കേണ്ട ജീവിത ശൈലിയാണ് എന്ന് ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ. നോ കണക്ഷൻ, നോ ലിവിംഗ് ദ കിങ്ഡം ലൈഫ്. അതിനെ ഒന്നുകൂടെ ഞാൻ ഉദാഹരിക്കട്ടെ. മത്തായി സുവിശേഷം 20-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ യേശു ക്രിസ്തു സ്വർഗരാജ്യത്തെ കുറിച്ച് ഉള്ള ഉപമയിൽ ഇപ്രകാരം യേശു പറഞ്ഞത്, സ്വർഗരാജ്യം തന്റെ മുന്തിരിത്തോട്ടത്തിൽ വേലക്കാരെ വിളിച്ചാക്കേണ്ടതിന് പുലർച്ചയ്ക്ക് പുറപ്പെട്ട വീട്ടുടയവനോട് സദൃശ്യം. അവൻ വേലക്കാരെ വിളിച്ചു, ഒരു ദിവസത്തിന് 1 വെള്ളിക്കാശ് കൂലി പറഞ്ഞെത്തിയിട്ട് അവരെ വേലയ്ക്കായി അയച്ചു. വീണ്ടും 3-ാം മണി നേരത്തും 6-ാം മണി നേരത്തും 9-ാം മണി നേരത്തും 11-ാം മണി നേരത്തും വഴിത്തലയ്ക്കൽ മിനക്കെട്ട് നിൽക്കുന്നവരെ വിളിച്ച് അവരെ വേലയ്ക്ക് പറഞ്ഞയച്ചു. മുന്തിരിത്തോട്ടത്തിൽ സന്ധ്യയായപ്പോൾ തന്റെ കാര്യസ്ഥനോട് ആ വേലക്കാർക്ക് കൂലി കൊടുക്കുവാൻ ഈ വീട്ടുടയവൻ പറഞ്ഞു. വായിക്കുന്നു, മുമ്പന്മാർ തുടങ്ങി പിമ്പന്മാർ വരെ വന്ന് കൂലി വാങ്ങി. 11-ാം മണി നേരത്ത് വയലിൽ മുന്തിരിത്തോട്ടത്തിൽ ഇറങ്ങിയവർ അവർ വന്ന് 1 വെള്ളിക്കാശ് കൂലി വാങ്ങി. പിമ്പന്മാർ വിചാരിച്ചു ഞങ്ങൾക്ക് കൂടുതൽ കിട്ടും. അവർ കാത്തിരുന്നു. പക്ഷെ അവർക്ക് കിട്ടിയത് 1 വെള്ളിക്കാശ്. അപ്പോൾ വായിക്കുന്നത്, അവർ അത് വാങ്ങിയിട്ട് അവർ വീട്ടുടയവന്റെ നേരെ പെറുപെറുത്തു. അവർ പെറുപെറുക്കാനുള്ള കാരണം എന്താണ്? അവരുടെ മനസ്സിൽ കുടികൊള്ളുന്ന അസൂയ, the sin of jealousy, അസൂയ എന്ന പാപം. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ഇവിടുത്തെ പ്രശ്നം എന്നുള്ളത്, it is not that we do not receive, but that others receive more. നമുക്ക് കിട്ടിയില്ല എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. അല്ലെങ്കിൽ ഈ വേലക്കാർക്ക് അവരുടെ അധ്വാനത്തിന്റെ കൂലി കിട്ടിയില്ല എന്നുള്ളതല്ല പ്രശ്നം. മറ്റുള്ളവർക്ക് കൂടുതൽ കിട്ടി എന്നുള്ളതാണ് പ്രശ്നം. മറ്റുള്ളവരുടെ നന്മ, മറ്റുള്ളവരുടെ ഉയർച്ച, ഇവിടെ മുൻപിലുള്ള നമ്മുടെ മനോഭാവം ഏതു വിധമെന്ന് ഈ ചിന്ത നമ്മെ പഠിപ്പിക്കുകയാണ്. ഒരു ശക്തനായ വേദശാസ്ത്രജ്ഞനും ആ അജപാലകനുമായ FB മേയർ, ഇംഗ്ലണ്ടിൽ പാർത്ത ദൈവത്തിന്റെ ദാസൻ, അദ്ദേഹം പറഞ്ഞ ഒരു തന്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞ ഒരു സാക്ഷ്യം
ഞാൻ വായിച്ചത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരട്ടെ. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: It was easy to pray for the success of Campbell Morgan when he was in America. But when he came back to England and took a church near to mine, it was somewhat different. അയാൾ പറഞ്ഞു, എഫ്.ബി. മേയർ പറഞ്ഞ ഇതാണ്: കാമ്പൽ മോർഗൻ അമേരിക്കയിൽ ദൈവവേല അന്ന് ശക്തമായി ചെയ്തുകൊണ്ടിരുന്ന കാമ്പൽ മോർഗന്റെ ശുശ്രൂഷയുടെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എനിക്ക് വലിയ എളുപ്പമായിരുന്നു. എന്നാൽ ഒരു ദിവസം കാമ്പൽ മോർഗൻ അമേരിക്കയിലെ ശുശ്രൂഷ മതിയാക്കിയിട്ട് ഇംഗ്ലണ്ടിലേക്ക് മടങ്ങി വന്ന എന്റെ സഭയുടെ തൊട്ടടുത്തൊരു സഭയുടെ ചാർജ് ഏറ്റെടുത്തപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി പണ്ട് പ്രാർത്ഥിക്കുന്ന പോലെ പ്രാർത്ഥിക്കാൻ എനിക്ക് പ്രയാസം തോന്നി. അദ്ദേഹത്തിന്റെ ഭാഷയിൽ അദ്ദേഹം പറഞ്ഞ ഇതാണ്: The old Adam in me was inclined to jealousy, but I got my heel upon his head. ആ പഴയ ആദാം എന്റെ ഉള്ളിൽ അസൂയയുടെ ഉഗ്ര രൂപം പൂണ്ട് അത് തല ഉയർത്തി. എന്നാൽ ഞാൻ എന്റെ വിശുദ്ധ പാദം കൊണ്ട് അവന്റെ നെറുകയ്ക്ക് ഒരു ചവിട്ട് കൊടുത്തു. എന്നിട്ട് എഫ്.ബി. മേയർ പറയുകയാണ്: I am determined to act right. ശരിയായ മനയിൽ പ്രതികരിക്കുവാൻ ഞാൻ തീരുമാനിച്ചു. അദ്ദേഹം ചെയ്തെന്താണെന്ന് അറിയാമോ? അദ്ദേഹത്തിന്റെ സഭയിൽ കൂടെ കാമ്പൽ മോർഗന് ഒരു നല്ല സ്വീകരണം നൽകി. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഞായറാഴ്ച വൈകുന്നേരം താൻ പ്രസംഗിക്കേണ്ട അത്യാവശ്യമില്ലാത്ത സമയത്ത് കാമ്പൽ മോർഗന്റെ ചർച്ചിൽ പോകും, അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കും. സ്തോത്രം. എന്നിട്ട് അദ്ദേഹം വിശദീകരിക്കുകയാണ്: Just see how the dear Lord helped me out of my difficulty. എന്റെ ബുദ്ധിമുട്ടിൽ നിന്ന് എനിക്ക് ബുദ്ധിമുട്ടിനെ അതിജീവിപ്പാൻ എന്റെ പ്രിയ കർത്താവ് എനിക്ക് ചെയ്ത സഹായം നിങ്ങളൊന്ന് കാണണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ അനുഭവം പറയുന്നത്. അദ്ദേഹം പറയുകയാണ്: ചാൾസ് സ്പർജൻ, പ്രസംഗികളുടെ പ്രഭു, preaching wonderfully on the other side of me. എന്റെ ഒരു വശത്ത് ചാൾസ് സ്പർജൻ തന്റെ സഭയിൽ പ്രസംഗിക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത്: He and Mr. Morgan were so popular and drew such crowds that our church got the overflow. മോർഗനും സ്പർജനും ശക്തരായ പ്രസംഗകർ. അവർ അവിടെ പ്രസംഗിക്കുവാൻ, അവരുടെ പ്രസംഗം കേൾക്കാൻ ജനം തടിച്ചു കൂടുന്നു. പക്ഷേ പള്ളിയിൽ ഇരിക്കാൻ സ്ഥലം പോരാ. ഓവർ ക്രൗഡഡ് ആയ ആളുകൾ ഏതെങ്കിലും ആരാധനയ്ക്ക് വന്നതല്ലേ, അവരെല്ലാം കൂടെ എഫ്.ബി. മേയറുടെ ചർച്ചിലേക്ക് വന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്: ദൈവരാജ്യത്തിൽ മറ്റുള്ളവരുടെ നിറവിൽ നിന്ന് നാം അനുഗ്രഹിക്കപ്പെടുകയും നമ്മുടെ നിറവിൽ നിന്ന് മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുന്നതാണ് ദൈവരാജ്യം. ഹല്ലേലൂയ! എന്ന് പകൽക്കാലം ഈർഷ്യയിലും പകയിലും വിദ്വേഷത്തിലും കാലം കഴിക്കാതെ ദൈവരാജ്യത്തിന്റെ ജീവിത ശൈലി ദൈനംദിന ജീവിതത്തിൽ വെളിപ്പെടുത്തുവാൻ ദൈവത്തിന്റെ സഭയെ ദൈവമാവ് ആഹ്വാനം ചെയ്യുകയാണ്. No connection, no living the kingdom life. Hallelujah. എനിക്ക് ശേഷം ശക്തനായ ദൈവവൃത്തിയുടെ വചനം പങ്കുവെക്കേണ്ടതുണ്ട്. രണ്ട് കാര്യങ്ങൾ വേഗത്തിൽ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. എനിക്ക് 40 മിനിറ്റ് അനുവദിച്ചിട്ടുള്ളതാണ്, അത് മുഴുവൻ എടുക്കാതെ ഞാൻ നിർത്തില്ല. സ്തോത്രം. Why does Jesus wants us to be connected with the kingdom of God? ദൈവരാജ്യവുമായി നാം എന്തുകൊണ്ട് സജീവമായി ബന്ധിക്കപ്പെട്ടിരിക്കണം? ദൈവരാജ്യവുമായിട്ടുള്ള ആ ജീവൻ ബന്ധം, ആ നാഡി ബന്ധം എന്തുകൊണ്ട് നാം നിലനിർത്തണം? എനിക്ക് പറയുവാനുള്ളത്: നോ കണക്ഷൻ, നോ റെസ്പോൺസിബിലിറ്റി. ദൈവരാജ്യവുമായിട്ടുള്ള ആ നാഡി ബന്ധം, ജീവൻ ബന്ധം നാം നിലനിർത്തുന്നില്ല എങ്കിൽ നാം ദൈവരാജ്യത്തിൽ ഉത്തരവാദിത്വമില്ലാത്തവരാണ്. കഴിഞ്ഞ ദിവസം പ്രസംഗിച്ച കർത്തൃദാസൻ ദൈവരാജ്യത്തിൽ ദൈവത്തിന് നമ്മുടെ മേലുള്ള ഉത്തരവാദിത്വത്തെ കുറിച്ച് പ്രസ്താവിക്കുകയുണ്ടായി. ഞാൻ അതിനെ കുറിച്ച് പറയണമെന്ന് ആഗ്രഹിച്ചാണ്, പക്ഷെ ഒരു ആവർത്തനമാകുന്നത് കൊണ്ട് ഞാനത് വിവരിക്കുന്നില്ല. മറിച്ച് on the other hand, it passes as a responsibility to the subjects also.
ദൈവരാജ്യത്തിലെ പ്രജകൾക്ക് ഒരു വലിയ ഉത്തരവാദിത്വമുണ്ട്. ദൈവരാജ്യത്തിലെ പ്രജകളുടെ കാര്യം നോക്കുവാൻ ഉള്ള ഉത്തരവാദിത്വം ആ രാജ്യത്തിന്റെ രാജാവിനാണ്. നമ്മുടെ കാര്യം നോക്കാൻ ശക്തനായ ഒരു കർത്താവിനെയാണ് ഞാൻ നിങ്ങളും സേവിക്കുന്നത്. പൗലോസ് പറയുന്നത് അതിനെ കുറിച്ച് ഇങ്ങനെയാണ്: നിങ്ങളുടെ കാര്യം സംബന്ധിച്ച് അവൻ ബലഹീനനല്ല. നമ്മുടെ ഏത് കാര്യം സംബന്ധിച്ചും അവിടുന്ന് ശക്തൻ തന്നെ. ആ തിരിച്ചറിവുള്ള ദൈവമക്കൾ തങ്ങളുടെ ശബ്ദം ഉയർത്തി വീണ്ടും ദൈവത്തെ സ്തുതിക്കാം. ആ ദൈവരാജ്യത്തോട് ബന്ധപ്പെട്ടിരിക്കുന്ന നമുക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട്. എന്താണ് ആ ഉത്തരവാദിത്വം? പുതിയതായി ഒന്നും എനിക്ക് പറയുവാനില്ല. മത്തായി സുവിശേഷം 28-ാം അധ്യായം 19-20 വാക്യങ്ങൾ. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും എന്റെ ശിഷ്യരാക്കിക്കൊള്ളുവീൻ. സ്തോത്രം. സുവിശേഷീകരണം അതാണ് ദൈവരാജ്യത്തിലെ ഓരോ പ്രജകളെ കുറിച്ചും ദൈവം പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ ഉത്തരവാദിത്വമാണത്. സുവിശേഷീകരണം അതൊരു വിഭാഗത്തിന് വേണ്ടി മാത്രം വേർതിരിക്കപ്പെട്ടതൊന്നല്ല. അത് സംബന്ധിച്ച് നിങ്ങളുടെ മനസ്സിൽ തങ്ങേണ്ടതിന് ഒരു സംഭവം, ഒരു ചരിത്ര സംഭവം കൊണ്ടുവരട്ടെ. 1805 ഒക്ടോബർ മാസം 21-ാം തീയതി സ്പെയിന്റെ തെക്ക് പടിഞ്ഞാറൻ തീരപ്രദേശത്ത് നടന്ന പുകൾപെറ്റ ഒരു നാവിക യുദ്ധം. അമേരിക്കയുടെ രാജകീയ ബ്രിട്ടീഷ് നാവികപ്പടയും സ്പെയിന്റെയും ഫ്രാൻസിന്റെയും സംയുക്തമായ ആ നാവികപ്പടയും തമ്മിൽ നടന്ന യുദ്ധം. ആ യുദ്ധത്തെ കുറിച്ച് ആ യുദ്ധം ഇങ്ങനെയാണ് അറിയപ്പെടുന്നത്: The Battle of Trafalgar. The Battle of Trafalgar. ഏകദേശം 200 വർഷത്തോളം ബ്രിട്ടന്റെ സ്വസ്ഥതയെ കെടുത്തുന്ന ഒരു പോരാട്ടമായിരുന്നു സ്പെയിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നത്. എന്നാൽ ഞാൻ പറയട്ടെ, സ്പെയിന്റെയും ഫ്രാൻസിന്റെയും 33 നാവിക പടക്കപ്പൽ ബ്രിട്ടൻ എതിരിട്ടത് 27 നാവിക പടക്കപ്പലുമായിട്ടാണ്. 2 സൈന്യവും അടുത്തു വന്നപ്പോൾ ബ്രിട്ടന്റെ നാവിക പടയുടെ അഡ്മിറലായിരുന്ന നെൽസൺ തന്റെ നാവിക പടയ്ക്ക് ഒരു സന്ദേശം അയച്ചു. ആ സന്ദേശം ഇങ്ങനെയായിരുന്നു: ഇംഗ്ലണ്ട് expects that every man will do his duty to the fleets. ഇംഗ്ലണ്ട് പ്രതീക്ഷിക്കുന്നു ഓരോ പടയാളിയും അവന്റെ ഭാഗം, അവന്റെ ഡ്യൂട്ടി കൃത്യമായും ചെയ്യുമെന്ന്. ഞാൻ പറയട്ടെ, അദ്ദേഹത്തിന്റെ വാക്കുകൾ, അദ്ദേഹത്തിന്റെ പ്രസൻസ് that electrified the men under his command. തന്റെ ആജ്ഞ കേൾക്കുവാൻ തന്റെ കീഴിലുള്ള പടയാളികൾക്ക് അവരെ ആവേശഭരിതരാക്കുന്ന, ആവേശോജ്വലരാക്കുന്ന വാക്കുകളായിരുന്നു ആ വാക്കുകൾ. ഇംഗ്ലണ്ട്, ബ്രിട്ടൻ അന്ന് മെനഞ്ഞ അവരുടെ യുദ്ധ തന്ത്രവും അഡ്മിറൽ നെൽസന്റെ ആ ആവേശോജ്വലമായ വാക്കുകളും അവർക്ക് അസാധാരണമായ ആത്മവിശ്വാസം ബ്രിട്ടന്റെ നാവികപ്പടയിൽപ്പെട്ട പടയാളികൾക്ക് നൽകി. നിങ്ങൾക്കറിയാം, ആ യുദ്ധത്തിൽ 1805 ഒക്ടോബർ 21-ന് ബ്രിട്ടൻ എതിരായ സംയുക്ത നാവിക സൈന്യപടയെ പരാജയപ്പെടുത്തി. ഇന്ന് രാത്രി എനിക്ക് വിളിച്ചു പറയാനുള്ളത്, ദൈവരാജ്യം മറ്റെന്നത്തെക്കാളും അധികം വെല്ലുവിളികൾ അഭിമുഖീകരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങളുമായിരിക്കുന്നത്. നരകശക്തികൾ അതിന്റെ മുഴുവൻ ബലത്തോടും സർവസന്നാഹത്തോടും കൂടെ ദൈവസഭയ്ക്കെതിരെ ഉയർന്നു വരുന്ന ഈ നാളുകളിൽ, ഈ കൂട്ടായ്മയുടെ നടുവിൽ, ഈ കോൺഫറൻസിന്റെ നടുവിൽ നടുനായകത്വം വഹിക്കുന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട മശിഹ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്, അവൻ നമ്മോട് ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, Heaven expects that every man will do his duty. സ്വർഗം ഇന്ന്
ദൈവരാജ്യത്തിലെ ഓരോ പ്രജകളും സുവിശേഷീകരണത്തോടുള്ള ബന്ധത്തിൽ തങ്ങളുടെ ജോലി ചെയ്യും എന്ന പ്രതീക്ഷയാണ് സ്വർഗം നമ്മുടെ മേൽ പങ്കുവെക്കുന്നത്. ഭാരതത്തിൽ 113 കോടി ജനങ്ങളുണ്ട്. അതിലധികമായിട്ട് ഇപ്പോൾ കാണാം. എന്നാൽ അതിൽ 75 കോടി വരുന്ന ജനം ഇതുവരെയും സുവിശേഷം നേരായി കേൾക്കാത്തവരാണ്. സ്തോത്രം. ഭാരതത്തിലെ 5 ലക്ഷം ഗ്രാമങ്ങൾ ഇനിയും സുവിശേഷത്താൽ എത്തിപ്പിടിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ പറയട്ടെ, ഞാൻ കഴിഞ്ഞ 37 വർഷമായി പ്രവർത്തന തട്ടകമാക്കിയിരിക്കുന്ന മലബാർ, കേരളത്തിന്റെ വടക്കൻ ജില്ലകൾ, നമ്മുടെ മൂക്കിന് താഴെയുള്ള ഭൂവിഭാഗം, ഇന്നും റോമൻ കത്തോലിക്കർക്ക് പോലും ഒരു ആരാധനാലയമില്ലാത്ത നിരവധി പഞ്ചായത്തുകളുണ്ട്. സ്തോത്രം. കാസർഗോഡ് തീരദേശ സെക്ഷനിൽ 16 അധികം സഭാ പ്രവർത്തനങ്ങളുണ്ട്. ഒറ്റ സ്ഥലത്ത് സഭാ ഹോളുകളോ സ്ഥലമോ ശ്മശാനമോ ഒന്നുമില്ല. സ്തോത്രം. ഇനിയും സഭ സ്ഥാപിക്കേണ്ട അനേക ഇടങ്ങളുണ്ട്. ഞാൻ പറയട്ടെ, ഭാരതത്തിന്റെ സുവിശേഷീകരണം, കേരളത്തിന്റെ വടക്കൻ ജില്ലകളുടെ സുവിശേഷീകരണം, ഇതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് മൗനമായിരിക്കാൻ കഴിയില്ല. ഞാനിവിടെ വന്നത്, ഞാൻ പറയട്ടെ, പ്രസംഗിക്കുവാനുള്ള കൊതി കൊണ്ടല്ല, മറിച്ച് ഇവിടെയുള്ള ദൈവമക്കളെ കാണുവാൻ, ദൈവരാജ്യത്തിൽ ദൈവവേലയുടെ ആവശ്യകതയെ കുറിച്ച് ജനത്തോട് പറയുവാനാണ്. സ്തോത്രം. ഞാനത് പറഞ്ഞ് ഇവിടെ നിർത്തട്ടെ. നോ കണക്ഷൻ, നോ റെസ്പോൺസിബിലിറ്റി. We have much to be done and many to be won. ദൈവരാജ്യത്തിന് വേണ്ടി നേടുവാൻ ജാതികൾ, ഗ്രാമങ്ങൾ, വില്ലേജുകൾ ഇനിയും എണ്ണമറ്റതാണ്. നമുക്ക് ചെയ്യുവാൻ വളരെ വേലകളുണ്ട്. ദൈവരാജ്യത്തിലേക്ക് ആളുകളെ കണക്ട് ചെയ്യിക്കേണ്ട ആ വലിയ ഉത്തരവാദിത്വത്തിൽ നിന്ന് എനിക്ക് നിങ്ങൾക്കും മാറുവാൻ സാധ്യമല്ല. ഒരു വാക്കോടെ പറഞ്ഞ് ഞാൻ ഈ ചിന്ത ഇവിടെ അവസാനിപ്പിക്കാം. Why does Jesus wants us to be connected with the kingdom of God? ദൈവരാജ്യവുമായി നാം എന്തുകൊണ്ട് ബന്ധപ്പെട്ടിരിക്കണം? ദൈവരാജ്യവുമായിട്ടുള്ള നാഡിബന്ധം, ജീവൻ ബന്ധം, സജീവ ബന്ധം, എന്തുകൊണ്ടത് നാം നിലനിർത്തണം? കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, if there is no connection, there is no power. No connection, no power. പെന്തക്കോസ്ത് അനുഭവങ്ങളുടെ നിമിത്തമായ രത്നഖചിതമായ വചനം, അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യം. യേശു പറഞ്ഞു, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയയിലും എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റങ്ങളോളം എന്റെ സാക്ഷികളാണ്. ദൈവരാജ്യവുമായിട്ടുള്ള ആ ജീവൻ ബന്ധം നാം നിലനിർത്തുന്നില്ല എങ്കിൽ, ഞാൻ പറയട്ടെ, we are helpless without the help of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ സഹായം കൂടാതെ നാം നിസ്സഹായരാ. നമുക്കൊന്നുമേ ചെയ്യുവാൻ സാധ്യമല്ല. ആ ആത്മ ബന്ധം, ആ തീവ്രത നാം ജീവിതത്തിൽ നിലനിർത്തണം. നാം നിലനിർത്തേണ്ടതായിട്ടുണ്ട്. ഞാനതിനെ ഇപ്രകാരം ഉദാഹരിക്കട്ടെ. ചില സമയങ്ങളിൽ ഞാൻ കോഴിക്കോട് ആണ് പാർക്കുന്നത്. അവിടെയുള്ള നടക്കാവ് വൈദ്യുത ഭവനിൽ ചിലപ്പോൾ ഞാൻ വൈദ്യുതി ബില്ല് അടയ്ക്കാൻ പോയിട്ടുണ്ട്. ആ വൈദ്യുതി ഭവന്റെ മുൻപിൽ വിശാലമായ ആ ഗ്രൗണ്ടിൽ ഒരുപാട് മരത്തിന്റെ വുഡൻ വീൽസ് ഉണ്ട്. മരത്തിന്റെ ചക്രം, അതിന്മേൽ ചുറ്റിയിരിക്കുന്ന ഇലക്ട്രിക് വയറുകളുണ്ട്. ആ വയറുകളെ ആര് തൊട്ടാലും ഒന്നും സംഭവിക്കില്ല. എന്നാൽ ഞാൻ പറയട്ടെ, നോ സെൻസിബിൾ പേഴ്സൺ would touch a live electric wire connected with the transformer. ട്രാൻസ്ഫോമറുമായി കണക്റ്റഡ് ആയ ഒരു ലൈവ് ഇലക്ട്രിക് വയറ് തൊടാൻ സുബോധമുള്ള ആരും തുനിയാറില്ല. ആ ഇലക്ട്രിക് വയറിനോട് ഒന്ന് ചോദിക്കുക, വൈദ്യുതി ലൈനിൽ തൂങ്ങിക്കിടക്കുന്ന ഇലക്ട്രിക് വയർ
ആ ട്രാൻസ്ഫോമറുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഇലക്ട്രിക് വയർ. ആളുകൾ എന്താ നിന്നെ തൊടാൻ ഇത്ര പേടിക്കുന്നത്? ആ വയർ ഇങ്ങനെ മറുപടി പറയും. അതിന് പറയാൻ സാധിക്കുമെങ്കിൽ, ഞാനും മുമ്പ് ഈ മരത്തിന്റെ ചക്രത്തിൽ ചുറ്റപ്പെട്ട ഒരു വയറായിരുന്നു, ഇലക്ട്രിക് വയറായിരുന്നു. അന്ന് ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. വൈദ്യുതി ലൈനിൽ തൂങ്ങിക്കിടക്കുന്ന ആ വയറും എനിക്കും തമ്മിൽ എന്താണ് ഇത്ര വ്യത്യാസം? ഞങ്ങൾ രണ്ടും ഉണ്ടാക്കിയിരിക്കുന്ന ഒരേ മെറ്റീരിയലിൽ നിന്ന്. അപ്പോൾ ആ വയറ് അതിന് നൽകിയ മറുപടി ഇതാണ്. ആ വയറിനോട് ചോദിച്ചാൽ പറയും, എന്തുകൊണ്ടാ, വാട്ട് മേഡ് ദ ഡിഫറൻസ്? പറയും, there can be but one answer, and that is the power makes the difference. ശക്തി, അതാണ് ഈ വ്യത്യാസം വരുത്തുന്നത്. ആ വയർ പറയും, now things have changed. കാര്യങ്ങൾ ഇവിടെ വ്യത്യാസപ്പെട്ടു. I have power inside me. എന്റെ ഉള്ളിൽ ഇന്ന് ശക്തിയുണ്ട്. ഞാൻ വീണ്ടും ചോദിക്കുന്നു ആ വയറിനോട്, how did you receive the power? ആ വയർ നൽകുന്ന മറുപടി ഇതായിരിക്കും. ഇലക്ട്രിസിറ്റി വയർ നൽകുന്ന മറുപടി, ആ ഇലക്ട്രിക് പോസ്റ്റ് ട്രാൻസ്ഫോമറുമായി ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന വയർ നൽകുന്ന മറുപടി ഇതായിരിക്കും. Because I am connected. I am connected to the transformer. ഞാൻ ആ ട്രാൻസ്ഫോമറുമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ആർ യു കണക്റ്റഡ് ഓർ ഡിസ്കണക്റ്റഡ്? നാം ദൈവരാജ്യവുമായി ആ ജീവൻ ബന്ധത്തിൽ തുടരുന്നുവോ, അതോ എവിടെയെങ്കിലും നമ്മുടെ അശ്രദ്ധ നിമിത്തം, നമ്മുടെ വഴികേട് നിമിത്തം ആ ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നുവോ? ഇന്ന് രാത്രി ഒരു വേള അതിനെക്കുറിച്ച് ചിന്തിക്കാൻ ദൈവാത്മാവ് ഈ അവസരം നമുക്ക് തരികയാണ്. ഈ സമ്മേളനത്തിൽ വന്നിട്ട് ദൈവമായിട്ടുള്ള ഒരു സജീവ ബന്ധത്തിലേക്ക് വരുവാൻ ഈ സമ്മേളനം ഉപകരിക്കണം. അനേകരുടെ ജീവിതത്തിൽ ഒരു യഥാസ്ഥാനത്തിന്റെ ദിനങ്ങളാക്കി ഈ ദിനങ്ങളെ പരിശുദ്ധാത്മാവ് മാറ്റട്ടെ. എവിടെയെങ്കിലും നമ്മുടെ പ്രാർത്ഥനാ ജീവിതം, ദൈവവചന ധ്യാനം, ദൈവാലയത്തെ കുറിച്ചുള്ള എരിവ്, സുവിശേഷീകരണത്തിലുള്ള തീക്ഷ്ണത, മറ്റുള്ളവരെ നമ്മേക്കാൾ ശ്രേഷ്ഠരെന്നെണ്ണുവാൻ കഴിയാത്ത മനോഭാവം നമുക്കുണ്ട് എങ്കിൽ, ഒരു മാനസാന്തരത്തിന് ദൈവരാജ്യവുമായിട്ട് ഒന്ന് കണക്റ്റഡ് ആകുവാൻ ഈ സമ്മേളനം സർവശക്തൻ നമ്മുടെ ജീവിതത്തിൽ ഉപകരിക്കട്ടെ. ഞാൻ വീണ്ടും ചോദിക്കുന്നു, are you connected or disconnected? ദൈവവുമായി, ദൈവരാജ്യവുമായി നാം നാടി ബന്ധത്തിലായിരിക്കുന്നു, അതോ ആ ജീവൻ ബന്ധം വിച്ഛേദിക്കപ്പെട്ട നിലയിലാണ്? ഞാനിവിടെ പറയുന്ന ആ ശക്തി, അമേരിക്കയില് 5 hour എനർജി ഡ്രിങ്ക് എന്ന് പറയുന്ന ഒരു ഡ്രിങ്ക് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഇവിടെ കുടിക്കുന്ന 5 മണിക്കൂർ നേരത്തേക്ക് എനർജി നൽകുന്ന ഒരു ഡ്രിങ്ക്. മറ്റൊന്ന് റെഡ് ബുൾ എന്ന് പറയുന്നത്. ഇതൊന്നും എനിക്ക് പരിചയമില്ല, ഞാൻ കേട്ടതാണ്. ഞാൻ ഇന്ന് രാത്രി പറയുന്നത് അത് നൽകുന്ന ശക്തിയെ കുറിച്ചല്ല. സ്തോത്രം. ദൈവരാജ്യവുമായി നാം ബന്ധപ്പെട്ടിരിക്കുമെങ്കിൽ പൗലോസ് പറയുന്നു, വിശ്വസിക്കുന്നവരിലേക്ക് പ്രവഹിച്ചെത്തുന്ന പുനരുദ്ധാനത്തിന്റെ ശക്തി. പൗലോസ് അതിനെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് പറയേണ്ടതിന് അത് ഞങ്ങളുടെ മൺകൂടാരത്തിൽ അത്രേ പകർന്നിരിക്കുന്നത്. സ്തോത്രം. പൗലോസ് അതിനെ കുറിച്ച് അത്യന്ത ശക്തി എന്ന് പറയുന്നത് ഇൻകംപയറബിൾ പവർ, തുല്യതയില്ലാത്ത അതുല്യ ശക്തി. പരിശുദ്ധാത്മ ശക്തിക്ക് തുല്യമായ ഒരു ശക്തി ഈ അവനിയിലില്ല. യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച ശക്തി, സെരുബ്ബാബേലിന്റെ മുമ്പിലുള്ള പർവ്വതത്തെ സമനിലമാക്കുന്ന യഹോവയുടെ ആത്മാവിന്റെ ശക്തി സൈന്യത്താലല്ല, ശക്തിയാലല്ല, എന്റെ ആത്മാവിനാൽ അത്രേ എന്ന് സെരുബ്ബാബേലിനോട് ദൈവം അരുളി ചെയ്ത
അത്യന്ത ശക്തി, ഇൻകമ്പയറബിൾ പവർ. സ്തോത്രം. പെന്തക്കോസ്തിന്റെ പ്രത്യേകത അത്യന്ത ശക്തിയാണ്. സ്തോത്രം. എവിടെയെങ്കിലും ആ ശക്തിക്ക് ശോഷണം വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി better to be connected with the kingdom of God. ദൈവരാജ്യവുമായിട്ടുള്ള ആ ബന്ധം ഒന്ന് പുനഃസ്ഥാപിക്കുവാൻ ഒരു യഥാസ്ഥാനത്തിനുള്ള അവസരമായി ഇത് ഉയരട്ടെ. ജീവിതത്തിലെ രഹസ്യമോ പരസ്യമോ ആയ ജീവിതത്തിൽ സംഭവിച്ച പാപം, ജീവിതത്തിന്റെ വഴികേട്, ജീവിതത്തിന്റെ അശ്രദ്ധ മൂലം സംഭവിച്ച ശക്തി ശോഷണം, അതിനെ നിസ്സാരമായി കാണരുത്. ഇന്ന് രാത്രി എവിടെ വീഴ്ച പറ്റിയോ അവിടെ പത്രോസിനെ പോലെ പുറത്തിറങ്ങി ഉറക്കെ കരഞ്ഞതുപോലെ ആത്മതപനം ചെയ്യുവാൻ, കരയുവാൻ, ദൈവത്തിന്റെ കരങ്ങളിൽ വിലയം പ്രാപിക്കുവാൻ ഇന്ന് രാത്രി ദൈവാത്മാവ് നമുക്ക് കൃപ നൽകട്ടെ. കരങ്ങൾ ഉയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. നമുക്കിനി നേരം പോക്കുവാൻ സമയമില്ല, നമുക്കിനി കളിക്കുവാൻ സമയമില്ല. അടുത്ത ഒരു കോൺഫറൻസിന് മുമ്പേ ഒരുപക്ഷെ കാഹളം ധ്വനിച്ചേക്കാം. സ്തോത്രം. സകലത്തെയും സകലരെയും ഭരിക്കുവാൻ ദൈവരാജ്യം എന്ന ആത്മീക യാഥാർത്ഥ്യം ദൃശ്യ യാഥാർത്ഥ്യത്തിന് വഴിമാറിയേക്കാം. സ്തോത്രം. അത് നമ്മുടെ ജീവിതത്തിൽ നഷ്ടമായി തീരരുത്. അവന്റെ മുമ്പാകെ ലജ്ജയിപ്പാൻ വകയില്ലാത്തവരായി നിൽപ്പാൻ കഴിയേണ്ടതിന് better to be connected with the kingdom of God. സ്തോത്രം. കരങ്ങൾ ഉയർത്തി ഒന്നുകൂടെ സ്തോത്രം ചെയ്യാം. അല്പം കൂടെ ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ദൈവം നമ്മെ അനുഗ്രഹിക്കും.